ഇജ് നിൽക്കേ, ഷാജഹാനെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ റെക്കോർഡ് അയച്ചുതരാം. ഇജ് കേട്ടോക്കുന്നുണ്ട് ഇജ് പറയുന്നു പറഞ്ഞു എന്നോട്. ഷാജഹാൻ എന്താ പറയുന്നത്? ഷാജഹാൻ ഒഴിഞ്ഞു മാറുന്നുണ്ടോ? ഷാജഹാൻ ഇല്ല എന്ന് പറയുന്നുണ്ടോ? എന്താ പറയുന്നതെന്ന് കേട്ടോ. എന്നിട്ട് അയച്ചെന്ന റെക്കോർഡും കൂടി ഞാൻ അവിടെ വയ്ക്കട്ടോ. എന്തിനാ ചങ്ങായി ഓരോരോ വേണ്ടാത്ത ഓരോരോ പരിപാടി ഓരോന്ന് വിളിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫുള്ള് മൊത്തത്തിൽ ഇപ്പൊ ഇന്ന് ഇൻസ്റ്റാഗ്രാം വെച്ച് തുറന്നു നോക്ക്, ഫുള്ള് അതിന്റെ ക്ലിപ്പാണ് മൊത്തം. അതിനിപ്പോ മൊത്തത്തിൽ ഈ തൊപ്പിന്റെ ഇതൊക്കെ ഇതാക്കണോ? വെറുതെ പബ്ലിക്കിന്റെ ഇടയിൽ അപ്പൊ പറയേണ്ട ആവശ്യം എന്തേലും? ഞാൻ ആദ്യം എന്താ ചലിച്ചിരുന്നത്, ഞാൻ എന്റെ ലൈവില് എനിക്ക് തോന്നുന്ന പ്രേക്ഷകർക്കുള്ള പ്രേക്ഷകർക്ക് ഞാൻ ലൈവില് വരുമ്പോ എന്റെ വർത്താനം ഞാൻ ഇല്ലല്ലോ. ഞാൻ എന്താ പറയുന്നത്, ഞാൻ എന്താ എന്നോട് പറഞ്ഞത്, ലൈവില് പോകുമ്പോ അതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ അടുത്തുണ്ട് ഷാജഹാൻ. ഞാൻ എന്നോട് എന്താ പറഞ്ഞത്, എനിക്ക് ലൈവിക്ക് വരണമെങ്കിൽ വരാം, പക്ഷെ ഞാൻ ചോദിക്കും, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കാം, എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചിട്ട് ഞാനിപ്പോ അന്ന് തൊപ്പിനേറ്റ് ഞാൻ മറ്റേ അന്ന് തെറി വന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ലേ, അതുവരെ സ്ട്രിക്റ്റ് ആണെന്നല്ല പറഞ്ഞിട്ട് എങ്ങനെ എന്താ സ്ക്രിപ്റ്റ് അല്ല എന്നാണ് ഇജ്ജ് പറയുന്നത്? ഇജാ നായിന്റെ മോനെ ഒന്ന് വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത് സ്ക്രിപ്റ്റ് അല്ല എന്നാണ് ഇജ്ജ് പറയുന്നത്? അത് അല്ല, അത് അതിന്റെ ശേഷമുള്ളതല്ലേ അത്. അങ്ങനെ പാണ്ടിക്കാട് കുഞ്ഞാൻ വരെ അറിയില്ല, വെറുതെ ഇല്ലാത്തവരെ കുഞ്ഞാനടക്കം പിന്നെ വിളിച്ചു. പാണ്ടിക്കാട് കുഞ്ഞാനെ പോയിങ്ങാണ്ട് പറ്റിക്കണമാതിരി ജാൻസസ് മൂനിക്കലിന് മുമ്പിച്ചാണ് കരുതേണ്ട ഷാജഹാനെ. എനിക്ക് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. ഞാൻ ഇപ്പൊ ഇവിടെ പെരയിലാണ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണെങ്കിൽ ഞാൻ ഈ കോള് റെക്കോർഡ് ചെയ്യും എനിക്ക് എന്താ അപ്പൊ അതിനനുസരിച്ചുള്ള വർത്താനം പറഞ്ഞു. അതല്ല ഇജ്ജ് നാളെ മറ്റന്നാളെ പിന്നെ നമ്മക്കെതിരെ ഇജ്ജ് ലൈവ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സത്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുമെന്ന്. അപ്പൊ ഇജ്ജ് എന്താ കരുതിയത്, ഇജ്ജ് എന്റെ ഈ ഒരു കണ്ടന്റിന്റെ സ്ക്രിപ്റ്റിന്റെ എന്താ സത്യം മാത്രം പുറത്ത് പറയാന്ന് കരുതിയിട്ട് വന്നാണ് ഇജ്ജ്. ഞാൻ അതല്ല കരുതിന്. നമ്മളെന്താണ് ജനങ്ങളെ പറ്റിച്ച സ്ക്രിപ്റ്റുകൾ മൊത്തം ഞാൻ കൂടി ഉൾപ്പെട്ട സ്ക്രിപ്റ്റാണുള്ളത്. അത് കുഞ്ഞാമ്പാണിക്കാരനെ ഇജ്ജ് പൊട്ടനാക്കി. കുഞ്ഞാമ്പാണിക്കാരനെ അത് മനസ്സിലായിട്ടില്ല. ഓന്റെ വിചാരം അത് ഒറിജിനൽ ആയിട്ടുള്ളതാണെന്നാണ്. ഇജാ നായിന്റെ മോനെ വിളിച്ചാണ്ട് വീഡിയോ ചെയ്തത് സ്ക്രിപ്റ്റ് അല്ല എന്നാണ് ഇജ് പറയുന്നത്. സ്ക്രിപ്റ്റ് അല്ല, വല്ലാഹി സത്യം അത് സ്ക്രിപ്റ്റ് അല്ല. ഓക്കെ, എന്നാ അത് സ്ക്രിപ്റ്റ് അല്ല. അതിന് ശേഷം സംഭവിച്ചത്, അതായത് നായിന്റെ മോനെ എന്ന് പറയാണ്ട് വീഡിയോ ചെയ്ത് അന്ന് വൈകുന്നേരം എനിക്ക് തൊപ്പിന്റെ ഇവര് വിളിച്ചാണ് എന്നോട് കാര്യം പറഞ്ഞിട്ടില്ലേ, എന്താ അതിൽ വിശ്വാസപൂർവ്വം ചെയ്യുന്നത് അതല്ല ഞാൻ പറഞ്ഞത്. ഇജ് അന്ന് കോംപ്രമൈസ് ആക്കിക്കോ. ഞാൻ നായിന്റെ മോനെ എന്ന് വിളിച്ച് വീഡിയോ ഇട്ടതിന് ശേഷം കോംപ്രമൈസ് ആയതല്ലേ? അല്ല, ആ വീഡിയോ ഇട്ടപ്പോ കോംപ്രമൈസ്